പോലെ തന്നെ പല വീഴ്ചകളിലും ഇത്തരത്തിലുള്ളൊരു അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കുന്നു, റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന നടപടികളൊക്കെ ഉണ്ടാകുന്നു. പിന്നീടത് സർക്കാർ നൂലിഴകിൽ അല്ലെങ്കിൽ ചുവന്ന നാടയിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അടിയന്തരമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് വരുന്നത്. വരും ദിവസങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം വൈകുകയാണെങ്കിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രജിത്ത്. ഓക്കെ, വീണയാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ ഈ ഷൗക്കത്തിൻ്റെ മരണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അഴിമതികൾ നടക്കുന്ന, ഏറ്റവും വലിയ കൈക്കൂലികൾ വാങ്ങിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ളത്. നാട്ടുകാരെ ഇങ്ങനെ പിഴിയാൻ മാത്രമായൊരു വകുപ്പ് എന്തിനാണെന്നുള്ള ചോദ്യവും അവിടെയുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വിവേകാനന്ദ സ്മാരകം അധ്യക്ഷനും വിവേകാനന്ദ കേന്ദ്രം ദേശീയ അധ്യക്ഷനുമായ എ ബാലകൃഷ്ണൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 5-നായിരുന്നു ദേഹാന്ത്യം. അന്ത്യകർമ്മങ്ങൾ 29 ശനിയാഴ്ച കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ നടക്കും. രാഷ്ട്രസേവനത്തിനായി ശരീരവും മനസ്സും പൂർണ്ണമായും സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു എ ബാലകൃഷ്ണൻ. പി പരമേശ്വർജിക്ക് ശേഷം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത അദ്ദേഹം ലാളിത്യവും സമർപ്പണവും നിറഞ്ഞ കർമ്മയോഗിയായിരുന്നു. 1973 വ്യോമസേനയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് ഏകനാഥ് റാനഡേജിയുടെ ആഹ്വാനപ്രകാരം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ആദ്യ ബാച്ച് ജീവൻ യാത്രിയായി. തുടർന്ന് മുഴുവൻ സമയ രാഷ്ട്രസേവനത്തിനായി ജീവിതം മാറ്റിവെച്ചു. 1938 മെയ് 3 തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലെ വെങ്ങാനല്ലൂരിൽ ജനിച്ച അദ്ദേഹം ചേലക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ, തൃശൂർ കേരളവർമ്മ കോളേജ്, കോയമ്പത്തൂർ എയർഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1957 വ്യോമസേനയിൽ ചേർന്ന അദ്ദേഹം 16 വർഷം രാജ്യത്തിന്റെ വിവിധ അതിർത്തി മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു. വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഭാഗമായ അദ്ദേഹത്തെ അരുണാചൽ പ്രദേശിലേക്കാണ് സേവന പ്രവർത്തനങ്ങൾക്കായി ആദ്യം നിയോഗിച്ചത്. അവിടുത്തെ വനവാസി മേഖലകളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദന്റെ ഭാരത പരിക്രമണത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊൽക്കത്ത മുതൽ കന്യാകുമാരി വരെ 347 ദിവസം കൊണ്ട് 22,000 കിലോമീറ്റർ സഞ്ചരിച്ച ചരിത്രയാത്രയുടെ മുഖ്യ സൂത്രധാരനായിരുന്നു എ ബാലകൃഷ്ണൻ. വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ലാളിത്യം കൈവിടാതെ കേന്ദ്രത്തിന്റെ ദൗത്യങ്ങൾ ലോകമെമ്പാടും എത്തിക്കാൻ അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു എ ബാലകൃഷ്ണൻ. 29-ാം തീയതി കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ജനം, തിരുവനന്തപുരം.